ഹായ് സുഹൃത്തുക്കളെ, നമ്മളിന്ന് വന്നിരിക്കുന്നത് ദുബായിത്തെ സൂ കാണാനാണ്. ഹൗ ഇസ് മൈ ലുക്ക്? അവിടേക്ക് ഞാൻ ഡ്രിം ചെയ്തു, ഒന്ന് യങ്ങാവാന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ നമ്മൾ സൂവിലെ എൻട്രൻസിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജലദോഷം പിടിച്ചു. അതാണ് ഉദിത് നാരായണന്റെ സൗണ്ട് പോലെ. മൂക്കൊക്കെ അടഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. എന്താണ് എല്ലാവരും വർത്താനങ്ങളൊക്കെ? സുഖല്ലേ? ആഴ്ചകൾ കൂടുന്തോറും ഒരാഴ്ച ജലദോഷം, ഒരാഴ്ച ജലദോഷം ഇല്ല. ഇങ്ങനെ മാറി മാറിയിട്ടാണ് നമ്മളുടെ ഒരു ഇത്. ഇന്ന് വികൃതി പിള്ളേരെ എന്തേ കാട്ടുന്നത്. അപ്പം അതാണ് കാര്യങ്ങൾ. പിന്നെന്താ, സുഖമായി പോണു. നല്ല രസമുണ്ട്, സ്കൈ കാണാൻ നല്ല രസമുണ്ടല്ലേ? അങ്ങനെ ലോക്കായില്ലേ വണ്ടി? ഡോർ ലോക്കായില്ലേ തുറന്നപ്പോ? അങ്ങനെ ജെസ്സി ആദ്യമായി വണ്ടി ലോക്ക് ചെയ്യാ. എന്തെടുക്കാനാ പോയത്? ഫോൺ എടുക്കാൻ മറന്ന ഒരു വ്യക്തിയാണ് നമ്മളുടെ ജെസ്സി. എന്താ പറയാ, മറവി ഒരു അലങ്കാരമാക്കി കളഞ്ഞൊക്കെയാണ് അദ്ദേഹം. ജെസ്സിക്ക് ജലദോഷമുണ്ടോ, പനിയുണ്ടോ? എനിക്കും മൂക്കടം, ഫുൾ മൂക്കടം. ഞങ്ങളൊരു മൂക്കടം ഫാമിലിയാണ്. അപ്പോൾ മൂക്കടപ്പുള്ളപ്പോൾ ഏറ്റവും കൂടുതൽ പാടാൻ പറ്റിയ സോങ്സാണ് ഉദിത് നാരായണന്റെ സോങ്സ്. മുന്തിരി പടം പൂത്ത് നിൽക്കും മുറ്റത്ത് കൊണ്ടുപോവാം എന്നൊക്കെ കറക്റ്റ് ഇതാണ്. നമുക്ക് അങ്ങനെ ഉദിത് നാരായണ് ഫുൾ ടൈം മൂക്കടപ്പ തോന്നണല്ലേ? അദ്ദേഹം അങ്ങനെ ഒരു ഇതില് ചിത്രീകരിച്ചൊക്കെ തോന്നുന്നു. അപ്പൊ നമ്മൾ ദുബായ് സൂവിന്റെ ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ബാസിൽ ബഷീറോടെ ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുകയാണെന്നാണ് എൻ്റെ നിഗമനം. അപ്പൊ നമുക്ക് ഇനി ബാക്കി കാഴ്ചകൾ കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബാസിൽ ബഷീറിനോട് ചാവി വണ്ടിയിൽ വെച്ച് മറന്നു എന്ന് പറയാൻ പോകുന്ന റിയാക്ഷൻ വീഡിയോ എടുക്കാൻ പോണത്. എന്തുണ്ടാവും നമുക്ക് നോക്കി കാണാം. ചിലപ്പോ ജീവനോട് ഉണ്ടാവും, നമുക്ക് നോക്കി കാണാം. എന്തെങ്ങനെ അതിന് റിയാക്ഷൻ പോയി. അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞതിൽ ഒരു തെറ്റുണ്ട്. ദുബായ് സഫാരി മാളാണ്. പാർക്ക്, സഫാരി മാളില്ല, പാർക്ക്. ഫുൾ തെറ്റ്. അപ്പൊ ആദ്യം നമുക്ക് എൻട്രൻസ് കയറുമ്പോൾ തന്നെ ഇവിടെ വലിയൊരു സംഭവം കാണാം. അടയി തുറക്കടാ. എന്താ ഭംഗിയില്ലേ? അപ്പൊ നമ്മള് എന്താ പറയാ, പാർക്കിനുള്ളിലേക്ക് കയറിയൊക്കെയാണ്. സൂവിൽ വന്നപ്പോ എങ്ങനെയുണ്ട് ഒരു ഇത്? എന്താ ഇത് സൂ മാതിരി? എന്താ സൂ സൗണ്ട് കേക്കണേ? ഇവിടെ ട്രെയിനൊക്കെ ഉണ്ട്. ഇവിടെ ട്രെയിൻ അത് ഒരു വയസ്സ്, അത് കഴിപ്പില്ലടോ. അത് ഇംഗ്ലീഷ് പറ്റും നമുക്ക്. എന്തത്? ഹായ് നാച്ചുറൽ എ സി. നമ്മളൊരു ആഫ്രിക്കയ്ക്ക് വന്നൊരു ഫീലാണ് ഉള്ളത് അല്ലേ? അങ്ങനെയാണ് ആഫ്രിക്കയിൽ ഇങ്ങനത്തെ വെള്ളങ്ങളും പായലുകളൊക്കെ ഉണ്ട് എന്നാണ് വിദഗ്ധർ പറഞ്ഞിട്ടുള്ളത്. ല്ലേ? നമ്മൾ ആഫ്രിക്കനിലോട്ട് നടക്കുകയാണ്. ആഫ്രിക്കനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഓർമ്മ വരുന്നത് ആഫ്രിക്കൻ ആനകളെയാണ്. അപ്പൊ നമ്മള് ഇന്നേ വരെ ആഫ്രിക്കൻ ആനനെ നേരിട്ട് കണ്ടിട്ടില്ല. നമ്മളിന്ന് ആഫ്രിക്കൻ ആനയെ നേരിട്ട് കാണാൻ പോയത്.
ഓക്കെ. ആദ്യമായി നമ്മൾ കണ്ടത് ആമയാണ്. ആഫ്രിക്കൻ ആമ. പന്തയം വെച്ച് തോൽപ്പിച്ച ആഫ്രിക്കൻ ആമയാണ് നമ്മൾ ആദ്യമായി കണ്ടത്. എങ്ങനെയാണ് അവർ പന്തം ചോദിച്ചേട്ടാ? ഇത് നല്ലൊരു സെറ്റപ്പായി. ഒന്ന് വീട്ടിലേക്കാണ് കൂടുതലായിട്ട്. ഉമ്മന്തിയേ ഇതിന്റെ പേരാണ് നിയാല. നിയാല നിയാല മറ്റു സീനാട്ടാ. ഗൈസ്, നമുക്കിവിടെ ഒറ്റ ഫ്രെയിമിൽ 3 കുരങ്ങന്മാരാണ് ഒറ്റയ്ക്ക് കാണാൻ കഴിയുന്നത്. 3 കുരങ്ങന്മാരെ നമ്മൾ ഒറ്റയ്ക്ക് കണ്ടു. പോയി ഇവനെ ഏതാ നിനക്കെന്താ വയ്യേ? നമ്മൾ അണ്ടർ വാട്ടിലാണുള്ളത്. നല്ല സുഖം. ഞാൻ കയ്യൊക്കെ ബാക്കി കിടക്കുന്നത്. ഇനി ഞാനൊന്ന് കിടക്കട്ടെ. അത് ഇതാണ് ഗോറിലയുടെ കൈ. നമുക്ക് കൈ വെച്ചോക്കാം. പകുതിയാ ഇത് ഉറങ്ങ. ഇതാണ് ഗോറില കൈ. സോറി, ഉറങ്ങൂട്ടൻ. ഉറങ്ങൂട്ടൻ മച്ചു ഒരേ ഇരുത്താണ്. ഫുൾ സീൻ കളിപ്പ് മൂടാണ് മച്ചു. ഫുൾ സീന്. എന്തെന്ന് പറയാ? ചിരിക്കടോ, ചിരിക്കടാ. സീനില്ല. ആള് ഫുൾ കളിപ്പാണ്. ഞാൻ പോണത് ഇങ്ങനെ കാക്കുന്ന എന്റെ തടി പോയിട്ട്. പ്ലാസ്റ്റിക് കൊണ്ട് പോകണം. ഇവിടെ ഒരു മച്ചാന്റെ പുറത്തിട്ട് എന്താ തത്തമ്മേ പൂച്ച. ഇതാണ് ആഫ്രിക്കൻ തത്തമ്മ. ആഫ്രിക്കൻ ഇനങ്ങളിൽ മാത്രമല്ല തത്തമ്മ. പിന്നെതാ ആഫ്രിക്കൻ ചെമ്പോത്ത്. സീനല്ല മൊത്തം. ഇങ്ങനെ ആരും വന്നിരിക്കാൻ. എന്തൊക്കെ തരത്തിലുള്ള ജീവികളാ. മഴ നാച്ചുറൽ മഴ. അങ്ങനെ നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ ആഫ്രിക്കൻ എലിഫന്റ് കണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും കാണിച്ചു തരാം. ഏതാ സാധനം? സീര് സാധനം. ഇതാണ് നമ്മളെ ഹൈന. ഇത് നിങ്ങൾ കണ്ടോ? പണ്ട് നമ്മളെ ഏതെന്നുള്ള എനിമൽ പ്ലാനറ്റിലേക്ക് കണ്ട സാധനമാണ്. ഭീകരകാരിയാണ്.
ആഫ്രിക്കൻ സിംഹം ഏതൊക്കെയാ വെളുത്ത സിംഹല്ലേ? ആഫ്രിക്കയിലല്ല, അത് കറുത്തിരിക്കുമ്പോൾ സിംഹം മാത്രം കൊടുക്കും. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? കാണാനൊക്കെ ഭംഗി അടുത്ത് കഴിഞ്ഞാൽ രസമാവും. കാട്ടിൽ രാജാവ് പണ്ടില്ലേ, കുടുംബം മൊത്തമുണ്ട്, കുഞ്ഞിമ്മ മൂത്തമ്മൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ സീബ്രനെ കുറേ കാലത്തിന് ശേഷം കണ്ടിരിക്കണം. സീബ്ര ലൈൻ, ഇങ്ങനെയാണ് നമ്മളെ സീബ്ര ലൈന് വന്നതല്ലേ? സീബ്ര ലൈൻ എങ്ങനെ വന്നത്? എങ്ങനെ വന്നത്? ആ എങ്ങനെ വന്ന് സീബ്ര ഒന്നും പറയാനില്ല ഇതിൽ എനിക്ക്. മറ്റേതാണ് എന്താണോ അടുത്തത് നമ്മള് പാമ്പുകളെ, അതുപോലെ റെപ്റ്റൈൽസ്, ആഫ്രിക്കൻ റെപ്റ്റൈൽസ് നമ്മൾ കാണാൻ പോകുന്നത്. കണ്ടോക്ക തുടക്കത്തിൽ തന്നെ ഇവിടെ പാമ്പ് വായ പൊളിച്ചിരിക്കുന്നുണ്ട്. ഫുൾ സെറ്റ്. ഇതാണ് നമ്മുടെ ആഫ്രിക്കൻ മലനിരകളിൽ മാത്രം കണ്ടുവരുന്ന പ്രത്യേകതരം മലമ്പാമ്പ്, പൈത്തൺ. ഓക്കെ, അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് എന്താണ്? മുതലേ, ചെറിയ മുതല, ചെറിയ മടിയന്മാർ, ചെറിയ മുതല. മിനി നൈൽ കൊക്കോഡൈൽ. അനക്കോണ്ട, ദിസ് ഈസ് അനക്കോണ്ട. ഇതാണ് അനക്കോണ്ട. മലമ്പാമ്പല്ല, അനക്കോണ്ട. അനക്കോണ്ടല്ല, മലമ്പാമ്പ. നമുക്ക് നോക്കാം എന്താ പേര്. ഇത് പൈത്തൺ, ഇത് മലമ്പാമ്പ. അനക്കോണ്ട ഉണ്ടാവൂലേ? ഇത് മലയാറ്റൂരുള്ള പ്രത്യേകതരം മലമ്പാമ്പാണ്. ഓ ഓ ഇതാണ് ഇതാണ് ഇതില് ഇതുണ്ട്. എവിടെ? അദ്ദേഹത്തെ അവിടെ ഇരിക്കണേ. ഈ സാധനം എട്ടുകാലി. എന്തോ ഉണ്ട് ഇതിനുള്ളിൽ. ഇത് മീനുകൾ, മീനുണ്ട്, ആമ, മീന് എല്ലാം ഉണ്ട്. നല്ല തിരക്കാലോ. മരുഭൂമിയിലെ പാമ്പ്. പച്ചു എല്ലാം ഇതെന്താ? വൈപ്പറാണല്ലേ? മഹ്റജ് ഒഴിവാക്കണം. പച്ചലി പാമ്പ് പച്ചലി പാമ്പ് ഇത് ഒമാൻ കാർപ്പറ്റ് വൈപ്പർ. ഒമാനിൽ കണ്ടുവരുന്ന പ്രത്യേകതരം പടയാണ്.
ഇഷ്ടമുള്ള ഹൈഗ്രോ അദ്ദേഹത്തെ കാണാനില്ല. അണലി വണ്ടർ കേക്ക്. തവളക്കൊക്കെ ഉള്ള ഒരു മോഡൻ പേര് വണ്ടർ കേക്ക്. എവിടെ ആയിരിക്കണേ? ഓന്ത് ഓന്ത് മറ്റു രാജവമ്പാലാവാൻ ചാൻസ്. രാജാവിന്റെ പോലെയുള്ള കെടുത്ത എന്താ പഫേഡ്ര. എന്താണ് എന്താണ് തവള, ആഫ്രിക്കൻ തവള. ഫുൾ തവള. ഇതെന്ത് സാധനം? ഇത് കൊമാഡോ ഡ്രാഗൺ. ഡ്രാഗൺ വംശത്തിൽപ്പെട്ട ഒരു അദ്ദേഹം ഇറങ്ങണത്. എല്ലാവരും നല്ല ക്ഷീണത്തോരാ അതിൻ്റെ കാരണവും. പാമ്പ് 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 മൊത്തം പാമ്പ്. ഇതൊക്കെ എന്താ? എത്ര തരത്തിലുള്ള പാമ്പുകളല്ലേ? ആനക്കോണ്ടല്ലോ. ഫുൾ പാമ്പ് ഫുൾ പാമ്പ്. എന്താ അണലി? ഇത് പീകോക്ക് മോണിറ്റർ. ഇതൊരു മോണിറ്ററാണ്. എന്തൊക്കെ കാട്ടണം. വിശല്ലേ വിശല്ലേ. ഇത് മറ്റേതാവുന്നടാ, നീർക്കോലിയാവുന്ന. ഏത് കോസ്റ്റൽ ഇവിടുത്തെ നീർക്കോലി കുറച്ച് വലുതാവും. ഇത് ആഫ്രിക്കത്തെ നീർക്കോലി. എന്തോടെ കാണാനല്ലോ. ഇതാണ് മിൽക്ക് സ്നേക്ക്. ഈ സ്നേക്ക് പാല് മാത്രം കുടിക്കോളൂ. പാല് മാത്രം കുടിച്ച് കഴിക്കുന്ന ഒരു സ്നേക്കാണ് മിൽക്ക് സ്നേക്ക്. മിൽക്ക് സ്നേക്ക് വെറും മിൽക്കിന്റെ സാധനം മാത്രം കുടിക്കുക. മിൽക്ക് ഫലൂഡ അങ്ങനത്തെ മിൽക്ക് കുറുക്കരുത്. അങ്ങനെ വെറും മിൽക്കിന്റെ സാധനം മാത്രം കുടിക്കാനാണ് മിൽക്ക് ഷേക്ക്. അല്ല മിൽക്ക് ഷേക്ക് അല്ല, മിൽക്ക് സ്നേക്ക്. പാമ്പ് പിടിച്ചോ? ഇതാണ് നമ്മുടെ ആഫ്രിക്കൻ മലനിരകളിൽ മാത്രം കണ്ടുവരുന്ന സുപ്രാഡോ ട്രീകൾ. നേരത്തെ നമുക്ക് കാണുന്നത് ഫ്ലെമിംഗോ. ഫ്ലെമിംഗോ മീൻസ് ദേശാടന പക്ഷികൾ. ദേശാടന പക്ഷികളാണ് ഫ്ലെമിംഗോ.
ഈ ഫ്ലെമിംഗോടെ പ്രത്യേകത പറഞ്ഞാൽ ഇതിലിങ്ങനെ സ്ഥലം അങ്ങനെ മാറിക്കൊണ്ടിരിക്കും എന്നാണ് ഞാൻ പണ്ട് പഠിച്ചിട്ടുള്ളത്. ബാക്കി കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പോൾ അതാണ് ഫ്ലെമിംഗോ. നമ്മൾ ജാഫറിനെ കണ്ടിരിക്കുകയാണ്. ജാഫർ നമ്മുടെ മലയാളികളുടെ ജാഫർ. ജാഫറിന് ശേഷം നമ്മൾ പോകുന്നത് കോട്ടാംസിലേക്ക് വരത്തേക്ക്. ഈ കോട്ടാംസ് പറഞ്ഞാൽ 1500 മുതൽ 1800 വരെ ഭാരം ഉണ്ടാവും. മെയിൽ 1300 മുതൽ 1500 വരെ ഭാരം ഉണ്ടാവും. കിലോൻ ഫീമെയിൽ. എത്ര കിലോ ഉണ്ട് അല്ലേ? ഇവിടെ എത്ര കിലോ ഉണ്ട്? ഞാനാകെ 50 സംതിങ് ഉള്ളു. ഏയ് ജാഫർ, ജാഫറെ, ജാഫർ, ജാഫർ. പുലി 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 പുള്ളി പുലി പുള്ളി പുലി പുള്ളി പുലി പുള്ളി പുലി. നമ്മളുടെ ഫോണിൻ്റെ സ്റ്റോറേജ് കഴിയാണ്ടായിരുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞാൻ വ്ലോഗ് നിർത്തുന്നതാണ്. എല്ലാവരും സഹകരിക്കുക. അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് അയ്യോ ബേർഡോ ഫ്രീസ് എന്താണോ ലൈവ് പ്രസൻറ്റേഷൻ ബേർഡ് ഓഫ് ഫ്രീസ് കിളികളിങ്ങനെ വന്നിട്ട് ഡാൻസ് കളിക്കാത്ര പാട്ടൊക്കെ പാടുക. മറ്റത് അഴകെ ചങ്കുടക്കണ ചോദ്യം കിളിയൊക്കെ വന്നിട്ട് ഇവിടെ എന്തൊന്നും കാണാനല്ലോ. 4 മണിക്കോ വണ്ടി അവിടെ നിർത്താൻ. എന്തൊക്കെയുണ്ട് ഇവിടെ? അയ്യോ ആ അതെ അതെ അതെ. ഓരോ കിളികൾ മൂങ്ങ അങ്ങനത്തെ ഓരോന്നോ സാധനങ്ങളൊക്കെയാണ്. ബടിക്കാടാ ആ ഉണ്ട്. പോവാത്ത ചമ്മി ആള്. പോണില്ല ഇപ്പൊ ഓടാന്ന്. നിനക്ക് എന്താ പരിപാടി നടക്കുന്നത്? നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ കാക്കശോ ഉണ്ട്. കാക്കശോ ഇതാ അവിടെ പോവാ, അങ്ങോട്ട് പോവാ. അത് തന്നെ പണിയുള്ളൂ, വേറെ ഒന്നുമില്ല.
ആ അതാ അതാ വരുന്ന എന്താ ഭ്രാന്ത് ഭ്രാന്ത് പരുന്തോന്നല്ലേ എന്താണ് ഇതിന്റെ മോന്തങ്ങനെ എന്താണ് എന്താണ് പയ്യേ ഇതൊരു ഷോ ഇതെന്ത് ഷോ ഇത് ഫ്രീ ഷോ ഇത് ഷോയാണ് ആ അത് ബാബരി റിമോട്ട് ആ Yeah. Yes. Yeah. Great. But I'm sure that it was fast. Don't worry, guys. We have more to come in store. Ladies and gentlemen, welcome to Dubai Safari Park, especially here at the Bird of Great Presentation. By the way, my name is Amir and I'll be your presenter for today. In a minute, bird will be flying all over this area. But before we start, we have some safety instructions to be followed. First, food is not allowed at any moment during our presentation because we don't want that our bird will be sharing food with you. Yes. Second, for the parents and guardians, make sure that our lovely kids are seated and secure next to you. And no one is allowed to cross this barrier. Last but not least, avoid any unnecessary noises or trying to move around or trying to call the bird. You have to remember always that we're dealing with very bird. Alright? Can everybody in the audience? Yes? Yes. Can I see your thumbs up? Yeah. Great. Since you're ready and excited, Okay. let's start by calling our first caller. Let's wait for Lucy to join us. Now, here she is. Butch is our dream-born aunt. And if you're wondering why they call her that, just concentrate on this beautiful two-letter thing. And join me here. Alright, you can join me on stage. And we'll begin you. Hi, how are you doing? All good? Alright. So now, you're ready to start. Okay, come here next to me. What's it? That's okay. She's asking, it's illegal, right? Alright, here you go. Thank you so much. United States of America, the bald eagle. Camera, hunter. The bald eagle, they mean the symbol of United States of America since 1782. And let's wait for Hunter to join us. Here, hey, what a beautiful landing! Amazing, right? You know Hunter? Here she is. And I'm directly to her desk. Oh, my partner! Hey, Masnek, take a look what he has. He has a great fish. Here, we put it here, in front of you. Take a look what she's gonna do. Yes! She got it! Can you hear that? And Manik is our Himalayan culture. We're not done yet. One more to come. Take a look on the top and let's run on
മച്ചാൻ ഫുള്ള് ചെയ്യും. എന്തൊക്കെയാ കാട്ടുന്നത്? ആള് ശാന്തനാ. നിങ്ങളെ പോലത്തെ കുറെ ആൾക്കാരുണ്ട് ഇവിടെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സഫാരി പാർക്കിലുള്ളത്. അപ്പോൾ എന്താ പറയുക, ഫോണിൽ ചാർജില്ല, ഇനി നിർത്താൻ പോവുകയാണ്. ഇനി ഇവിടെ ഇഷ്ടംപോലെ കാണാണ്ട്. ചാർജില്ല. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ.